ഇവിടെ ചോദ്യം ചോദിച്ചു എന്ത്, ഇത് ശിർക്കാവുകയില്ല എന്ന് പറഞ്ഞത് ശരിയാണോ? അതിന് സക്കാഫി എന്താ മറുപടി പറയുന്നത്? ഇത് വായിച്ചിട്ട് ആ ചോദ്യത്തിന് സക്കാഫി പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. അവൻ കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും. പഠിച്ചോളി. അപ്പൊ പഠിക്കേണ്ടത് എന്താണ്? ശിർക്കാവൂല, കാഫിറാണെന്ന് ഹുക്മ് ചെയ്യപ്പെടും എന്നാണ്. എന്നാ അങ്ങനെയാണോ? അലവി സക്കാഫിക്ക് മുജാഹിദുകാരൻ മറുപടി പറയുന്നതിനേക്കാൾ നല്ലത് പേരോട് സക്കാഫി മറുപടി പറയുന്നതാണല്ലോ. അദ്ദേഹം മറുപടി പറയട്ടെ. അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സക്കാഫി, ഒരു സക്കാഫി കാദിയാനിയായി. കേട്ടല്ലോ. ഇനി ആളുകളോട് മറന്നു പോകണ്ട, ആ ചോദ്യവും മറുപടി ഒന്ന് ഉടനെ നമ്മൾ കേട്ടുവെക്കുക. വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നിൽക്കുകയല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സക്കാഫി, ഒരു സക്കാഫി കാദിയാനിയായി. ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദ് പറയുന്നത്. ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു. അപ്പൊ ആരാ ഇവിടെ മുഖാമുഖം നടത്തിയത്? സുന്നികളെ കൂട്ടത്തിൽപ്പെട്ട സക്കാഫി അല്ല, പിഴച്ചുപോയ സക്കാഫിയാണ്. ഇതാ ഞാൻ പറഞ്ഞത്, രണ്ടുണ്ടായി കാര്യം. ഒന്ന്, മുജാഹിദികൾ പറയുന്ന പ്രാർത്ഥന ആരാധനയാണ് എന്നതും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതും സക്കാഫിമാർ അംഗീകരിച്ചു. ഒന്ന്. രണ്ടാമത്തേതോ, അലവി സക്കാഫി പറഞ്ഞത് അംഗീകരിക്കാൻ പാടില്ല, അയാൾ പിഴച്ച സക്കാഫിയാണെന്ന് പേരോടും പറഞ്ഞു. അല്ലേ? ഇനി അലവി സക്കാഫി പിഴച്ചതാണ് എന്ന് പേരോട് പറഞ്ഞത് ശരിയല്ലെങ്കിൽ പേരോട് പിഴച്ചതാണ്. അങ്ങനെയാണല്ലോ. രണ്ടിലൊരാളേതായാലും പഴച്ചല്ലോ. അപ്പൊ തോന്നൊരു മുഖാമുഖം കൊണ്ട് ഏതോ ഒരു മൊഹമാലിനെ സുന്നിയിലേക്ക് കിട്ടുകയല്ല ചെയ്തത്. ഒരു സക്കാഫി മുജാഹിദാകുകയും ചെയ്തു, വേറൊരു സക്കാഫി പഴച്ച ഔട്ടാകുകയും ചെയ്തു, കളിയിൽ നിന്ന് പുറത്തായി. ഇതാ തോന്നൊരു മുഖാമുഖം കൊണ്ടുണ്ടായ നേട്ടം.